അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽഫിയയിൽ കാന വഖവാത്തുഹ എന്നുള്ള ബാബായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവസാന ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാന എന്നുള്ള പദം സായിദയായിട്ട്, പ്രത്യേകിച്ചൊരു അർത്ഥമില്ലെങ്കിലും അറബികൾ അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി അത് നമുക്കും ഉപയോഗിക്കാവുന്ന ഖിയാസായിട്ടുള്ള രൂപം അഫ്അല തഅജ്ജുബിൻ്റെയും അതിനു മുമ്പുള്ള മാ എന്നുള്ള പദത്തിൻ്റെയും ഇടയിലാണ് എന്ന്, മാ കാന അഹ്സനഹു പോലെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? കാന എന്നുള്ളത് കളയപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ? കാന എന്നുള്ളതിനോടൊപ്പം അതിൻ്റെ ഇസ്മും കളയപ്പെട്ടുകൊണ്ട് ഖബർ മാത്രം ശേഷിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കാന എന്നുള്ളത് കളയപ്പെടുന്നതിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചതിനോട് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കാന എന്നുള്ളതും അതിൻ്റെ ഇസ്മും കൂട്ടത്തിൽ കളയപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കാന എന്നുള്ളത് മാത്രം കളയപ്പെടുന്നു, അതിൻ്റെ ഇസ്മും ഖബറും ശേഷിക്കുന്നു. ഓക്കെ, എന്ന് മാത്രമല്ല കാന എന്നുള്ളത് കളയപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാനയ്ക്ക് പകരമായിട്ട് മാ എന്നുള്ള പദം വരികയും ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞാൽ കാന എന്നുള്ളത് കളയപ്പെടുന്നു, അതിൻ്റെ ഇസ്മും ഖബറും ശേഷിക്കുന്നു. കാന എന്നുള്ളതിന് പകരം മാ എന്നുള്ള പദം വരികയും ചെയ്യുന്നു. ഈ ഒരു പ്രവണത കൂടുതൽ അറബികൾ ഉപയോഗിക്കാറുള്ളത് അനിൽ മസ്ദരിയയ്ക്ക് ശേഷമാണ്. അതായത് മസ്ദറിൻ്റെ അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അൻ എന്നുള്ള പദത്തിന് ശേഷമാണ് ഈ ഒരു പ്രവണത വരാറുള്ളത് എന്നർത്ഥം. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കുക. വബഅദ അൻ തഅവീലു മാ അൻഹർതുകിബ് കമിസ്ലി അമ്മാ അൻത ബർറൻ ഫഖ്തരിബ്. ഓക്കെ, വബഅദ അൻ എന്നുള്ളതിന് ശേഷം മസ്ദരിയായിട്ടുള്ള അന്നിനെ കുറിച്ചാണിത് പറയുന്നത്. തഅവീലു മാ എന്നുള്ളതിനെ പകരമാക്കൽ, അൻഹ ആ കാനയെ തൊട്ട് പകരമാക്കൽ, ഉർത്തുകിബ പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അനിൽ മസ്ദരിയയ്ക്ക് ശേഷം കാന എന്നുള്ളതിനെ കളഞ്ഞ് അതിന് പകരമായിട്ട് മാ എന്നുള്ളതിനെ കൊണ്ടുവരൽ അറബികൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം. ഇനി അതിൻ്റെ ഒരു ഉദാഹരണമാണ് അടുത്ത മിസ്രയിലൂടെ പറയുന്നത്. കമിസ്ലി പോലെ, അമ്മ അൻത ബർറൻ ഫഖ്തരിബ് എന്നുള്ളത് പോലെ. അമ്മ അൻത ബർറൻ ഫഖ്തരിബ് എന്നുള്ളതിൻ്റെ അസ്ലിയായിട്ടുള്ള രൂപം അൻ കുങ്ത ബർറൻ ഫഖ്തരിബ് എന്നായിരുന്നു. അൻ കുങ്ത ബർറൻ, നീ നല്ലവനാണ് എങ്കിൽ, ഫഖ്തരിബ് നീ അടുത്തോളൂ, ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ എന്നുള്ള ഒരു ആശയമാണ് ഈ വാക്യത്തിനുള്ളത്. ഏതായാലും അൻ കുങ്ത ബർറൻ എന്നുള്ളിടത്ത് കുൻത ബർറൻ, കാന എന്നുള്ളതിൻ്റെ ഇസ്മാണ്, അതിൽ അടങ്ങിയിട്ടുള്ള താ നീ എന്നുള്ള ആശയത്തിലുള്ള താ എന്നും, കാന എന്നുള്ളതിൻ്റെ ഖബറാണ് ബർറൻ എന്നുള്ളത് എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ കാന എന്നുള്ളത് മാത്രം കളയപ്പെടുന്നു. ആ അവസരത്തിൽ ആ കുൻത നീ എന്നുള്ള ആശയത്തിലുള്ള ലമീർ അൻത എന്നുള്ള മുൻഫസിലായ ലമീറായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അൻത ബർറൻ എന്നവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു കാന എന്നുള്ളതിന് പകരമായിട്ട് മാ എന്നുള്ള പദം വരുന്നുവെന്ന്. അങ്ങനെയാണ് അൻ മാ അൻത ബർറൻ എന്ന്, അൻ എന്നുള്ളതിന് ശേഷം ഒരു മാ എന്നത് കൂടി വരുന്നത്. പിന്നീട് ആ നൂനും മായും കൂടെ ചേർന്നിട്ടാണ് ഇദാമ് നടന്നിട്ടാണ് അമ്മ അൻത ബർറൻ എന്നായിട്ട് മാറുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷറഹിൽ പഠിക്കാനുള്ളത്. ഒന്ന് നോക്കുക. ദക്കറ ഫി ഹാദിൽ ബൈത്തി, ഈ ബൈത്തിലൂടെ മുസന്നിഫ് തങ്ങൾ പറയുന്നു, അന്ന കാന, തീർച്ചയായിട്ടും കാന എന്നുള്ള പദം തുഹദഫു ബഅദ അനിൽ മസ്ദരിയ, മസ്ദരിയായിട്ടുള്ള അൻ എന്നുള്ളതിന് ശേഷം കളയപ്പെടുന്നു. വയഅവ്വലു അൻഹാ മാ, ആ കളയപ്പെടുന്ന കാനയ്ക്ക് പകരമായിട്ട് മാ എന്നുള്ള പദം വരികയും ചെയ്യുന്നു. വയബ്ഖസ്മുഹ വഖബറുഹ, ആ കാനയുടെ ഇസ്മും ഖബറും അവിടെ ശേഷിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിലേക്ക് നോക്കിയാൽ അൻ കുങ്ത ബർറൻ എന്നുള്ളിടത്ത് കാന എന്നുള്ളതിൻ്റെ ഇസ്മ് അൻത എന്നുള്ള ലമീറായിരുന്നു, ഖബർ ബർറൻ എന്നുള്ളതായിരുന്നു. ആ ഇസ്മും ഖബറും ഇവിടെ നമുക്ക് ശേഷിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ഇനി ആ ഉദാഹരണത്തിലേക്കാണ് ഷാരിഹ് പോകുന്നത്. നഹ്വു അമ്മ അൻത ബർറൻ ഫഖ്തരിബ് എന്നുള്ളത് പോലെ. വൽ അസ്ലു അൻ കുങ്ത ബർറൻ ഫഖ്തരിബ് എന്നായിരുന്നു. ഫഹുദിഫത്ത് കാന, കാന എന്നുള്ളത് മാത്രം കളയപ്പെട്ടു. ഫൻഫസലൽ ലമീറുൽ മുത്തസിൽ ബിഹ, ആ അവസരത്തിൽ കാന എന്നുള്ളതിനോട് ചേർന്ന് വന്നിട്ടുള്ള ലമീർ മുൻഫസിലായിട്ട് മാറി, വേർപിരിഞ്ഞു പോയി. വഹുവ താഉ, മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ കുൻത എന്നുള്ളിടത്തെ നീ എന്ന അർത്ഥത്തിലുള്ള താ ആണ് എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ആ താ മുൻഫസിലായിട്ട് മാറിയാൽ ഫസാറ അൻ അൻത ബർറൻ എന്നായിട്ട് മാറി എന്നർത്ഥം. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞിരുന്നു കാനയ്ക്ക് പകരമായിട്ട് മാ എന്നുള്ള പദം വരുമെന്ന്. സുമ്മ ഉത്തിയ ബിമാ, പിന്നീട് മാ എന്നുള്ള പദം കൊണ്ടുവരപ്പെട്ടു. ഐവളൻ അൻ കാന, കളയപ്പെട്ട കാന എന്നുള്ളതിന് പകരമായിട്ട് ഫസോറ അൻമാ അന്തബറൻ, അങ്ങനെയാണത് അൻമാ അന്തബറൻ എന്നായിട്ട് മാറിയിട്ടുള്ളത്. സുമ്മ ഉദ്ഗമത്തി നൂന് ഫിൽ മീമി, പിന്നീട് സാക്കിനായിട്ടുള്ള നൂന് എന്ത് ചെയ്തു, അതിനുശേഷമുള്ള മീമിൽ ഇദ്ഗാം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഫസോറ അമ്മ അന്തബറൻ, ആ നൂനും മീമും കൂടെ ചേർന്നുകൊണ്ട് ശ്രദ്ധുള്ള ഒരു മീമാണ് നമ്മുടെ ഉച്ചാരണത്തിൽ വരിക. അങ്ങനെയാണത് അമ്മ അന്തബറൻ എന്നായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ കാന എന്നുള്ളത് കളയപ്പെടുകയും അതിന് പകരമായിട്ട് മാ എന്നുള്ള പദം വരികയും അതിൻ്റെ ഇസ്മും ഖബറും ശേഷിക്കുകയും ചെയ്യും എന്നുള്ള രൂപം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇപ്രകാരം ഒരു ബൈത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. വമിസ്ലുഹു, ഇപ്രകാരം തന്നെയാണ് ഖൗലു ഷാഇരി, ഷായറിൻ്റെ ഖൗല്. ഓക്കെ, ഷായർ പാടുകയാണ് അബാ ഖുറാശത അമ്മാ അൻത ദാ നഫരിൻ ഫഇന്ന ഖൗമിയ ലം തഅകുൽഹുമുല്ലബഉ. ഓക്കെ, ഈ ഒരു ബൈത്ത് പാടുന്നത് അബ്ബാസ് ബിൻ മുർദാസ് എന്ന് പറയുന്ന ഒരു കവിയാണ്. ഇദ്ദേഹം ഇത് പാടുന്നത് അബൂ ഖുറാഷ എന്ന് കുഞ്ഞത്തുള്ള ഖുഫാഫ് ബിൻ നുദ്ബ എന്ന് പറയുന്ന വ്യക്തിയോടാണ്. ഓക്കെ, നമുക്കറിയാം പണ്ട് കാലത്തെ അറബികൾ സ്വന്തം ഗോത്രത്തെ ചൊല്ലി അഹന്ത നടിച്ചിരുന്നു. തങ്ങളുടെ ഗോത്രത്തിൽ ധാരാളം ആളുകളുണ്ട് എങ്കിൽ തങ്ങളുടെ ഗോത്രത്തിൽ യുദ്ധം ചെയ്യാനും കൃഷി ചെയ്യാനുമൊക്കെയായിട്ട് ധാരാളം മക്കളും പേരക്കുട്ടികളുമൊക്കെ ഉണ്ട് എങ്കിൽ അറബികൾ സാധാരണഗതിയിൽ തൻ്റെ ഗോത്രത്തെ ചൊല്ലി അഹങ്കാരം നടിക്കാറുണ്ട്. ഇങ്ങനെ അഹങ്കാരം നടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂ ഖുറാഷ എന്നുള്ള നമ്മൾ പറഞ്ഞ ഖുഫാഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഏതായാലും ഈ വ്യക്തിയോട് നമ്മുടെ കവിയായിട്ടുള്ള അബ്ബാസ് ബിൻ മുർദാസ് എന്നിവർ പറയുകയാണ് അബാ ഖുറാഷത്ത, ഓ അബൂ ഖുറാഷയെ. ഓക്കെ, യാ അബാ ഖുറാഷത്ത എന്നായിരുന്നു ഇതിൻ്റെ അസ്ലിയായിട്ടുള്ള രൂപം. ആ യാ എന്നുള്ളതിനെ കളഞ്ഞുകൊണ്ടാണ് അബാ ഖുറാഷ എന്നുള്ള പദം വന്നിട്ടുള്ളത്. അപ്പോൾ ഓ അബൂ ഖുറാഷയെ അമ്മ അൻത ദാ നഫരിൻ. ഓക്കെ, നഫറുൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തു മിനന്നാസ് എന്നാണ് അർത്ഥം. അതായത് ഒരു കൂട്ടം ആളുകൾക്കാണ് പറയുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ധാരാളം ആളുകളുള്ള ഒരു കുടുംബത്തിലാണ് ഒരാൾ ജനിച്ചത് എങ്കിൽ അദ്ദേഹത്തിന് അതുകൊണ്ട് കൂടുതൽ അഹങ്കാരമുണ്ടാകുമായിരുന്നുവെന്നൊക്കെ. അപ്പോൾ അമ്മ അൻത ദാ നഫരിൻ, നീ ധാരാളം ആളുകൾ ഉടയതായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് എങ്കിൽ, അമ്മ അൻത ദാ നഫരിൻ ജമാഅത്തു മിനന്നാസ് ഉടയതായിട്ടുള്ള ആളാണ് നീ എങ്കിൽ, എന്നാൽ ഞങ്ങളെക്കുറിച്ച് നീ മനസ്സിലാക്കിക്കോ, ഫഇന്ന ഖൗമിയ, തീർച്ചയായിട്ടും എൻ്റെ സമുദായം, എൻ്റെ കുടുംബം എന്നുള്ളത് ലം തഅകുൽഹുമുല്ലബഉ. ഓക്കെ, ലബഉ എന്ന് പറഞ്ഞാൽ കഴുതപ്പുലി എന്നാണ് അതിൻ്റെ വാക്കർത്ഥമെന്ന് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അറബികൾ ഈ ലബഉ എന്നുള്ള പദപ്രയോഗം ജദ്ബ് ബാധിച്ചിട്ടുള്ള ക്ഷാമമുള്ള വർഷത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് ലബഉ എന്നുള്ള പദം കൊണ്ട്. ഓക്കെ, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴുതപ്പുലി എന്നുള്ള മൃഗം സാധാരണഗതിയിൽ അവക്കുള്ള ഇരയെ ലഭിക്കുകയാണ് എങ്കിൽ, ഉദാഹരണത്തിന് ഒരു കൂട്ടം ആടുകൾക്കിടയിലേക്ക് ഒരു ലബഇനെ നമ്മൾ പറഞ്ഞയക്കുകയാണെങ്കിൽ അവിടെ അങ്ങ് കുട്ടിച്ചോറാക്കുന്ന, അതായത് ആ ആടുകളെ, എല്ലാ ആടുകളെയും തനിക്ക് വിശപ്പടക്കാനുള്ള ആടുകളെ മാത്രമല്ല എല്ലാ ആടുകളെയും ദ്രോഹിക്കുന്ന ഒരു സ്വഭാവം ഈ കഴുതപ്പുലിക്കുണ്ടായത് കൊണ്ടാണ് വളരെ കഷ്ടത ഉണ്ടാക്കുന്ന ഒരു വർഷത്തിന്, ക്ഷാമമുള്ള ഒരു വർഷത്തിന് തന്നെ അവർ ലബഅ എന്നുള്ള ഒരു പേര് നൽകാറുള്ളത്. ഓക്കെ, ഏതായാലും ഫഇന്ന ഖൗമിയ, എൻ്റെ സമുദായം ലം തഅകുൽഹുമുൽ ലബഉ, ക്ഷാമമുള്ള വർഷം എൻ്റെ സമുദായത്തെ തിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആ ഒരു ക്ഷാമമുണ്ടായ വർഷം എൻ്റെ കുടുംബത്തെ തീരെ ഏശിയിട്ടില്ല. ആ വർഷത്തിലും ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനും ഞങ്ങൾക്ക് സാധാരണ പോലെ ജീവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ അബ്ബാസ് എന്നുള്ള കവി പറയുന്നത്. അതായത് ഓ അബൂ ഖുറാഷയെ, നിൻ്റെ കുടുംബത്തിൽ ധാരാളം ആളുകളുണ്ട്, എൻ്റെ കുടുംബത്തിൽ ആളുകൾ കുറവാണ് എങ്കിലും എത്രത്തോളം ക്ഷാമം വന്നാലും അതിനെല്ലാം പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ഭക്ഷ്യ വസ്തുക്കളും കാര്യങ്ങളുമൊക്കെ നിർമ്മിക്കാനുള്ള ആളുകളാണ്, കൂടുതൽ നൈപുണ്യമുള്ള ആളുകളാണ് എൻ്റെ സമുദായത്തിലുള്ളത് എന്നുള്ള ഒരു ആശയമാണ് ഈ ഒരു ബൈത്തിലൂടെ അബ്ബാസ് എന്നിവർ പറയുന്നത്. ഏതായാലും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അമ്മ അൻത ദാ നഫരിൻ എന്നുള്ളതാണ്. ഓക്കെ, അൻ കുൻത ദാ നഫരിൻ എന്നായിരുന്നു അതിൻ്റെ അസ്ലിയായിട്ടുള്ള രൂപം. കാന എന്നുള്ളത് കളയപ്പെട്ടു. അതിലുള്ള
താഇന് പകരമായിട്ട് അൻത എന്നുള്ള മുൻഫസിലായ ലമീർ വന്നു, കാനയെ തൊട്ട് പകരമായിട്ട് മാ എന്നുള്ള പദവും വന്നു. അങ്ങനെയാണ് അമ്മ അൻത ദാ നഫ്രിൻ എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ വിശദീകരണം ഒന്ന് വായിക്കാം. ഫ അൻ, ഇവിടെ അൻ എന്നുള്ളത് മസ്ദരിയയാണ്. വ മാ സായിദത്തുൻ ഇവളൻ അൻ കാന, അൻ എന്നുള്ളതിന് ശേഷം വന്നിട്ടുള്ള മാ എന്നുള്ള പദം കാനയെ തൊട്ട് പകരമായ സായിദിയായി വന്നിട്ടുള്ള പദമാണ്. വ അൻത, അൻത എന്നുള്ളതോ ഇസ്മു കാനൽ മഹദൂഫത്തി, കളയപ്പെട്ട കാനയുടെ ഇസ്മാണ്. വ ദാ നഫ്രിൻ എന്നുള്ളത് കാനയുടെ ഖബറാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു കാന എന്നുള്ളത് കളയപ്പെടുന്നു, അതിന് പകരമായിട്ടാണ് മാ എന്നുള്ള പദം വരുന്നത് എന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രണ്ട് പദങ്ങളും കാന എന്നുള്ളതും മാ എന്നുള്ളതും ഒരേ സമയം പറയാൻ പാടില്ല. കാരണം ഒന്നിന് പകരമായിട്ടാണല്ലോ മറ്റേത് വരുന്നത്. വലാ യജൂസുൽ ജംഉ ബൈന കാന വ മാ, കാന മാ എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടൽ ജായിസാവുകയില്ല. കാരണം ലി കൗനി മാ ഇവളൻ അൻഹ, കാരണം മാ എന്നുള്ളത് കാന എന്നുള്ളതിന് പകരമായിട്ട് വന്നതാണ് എന്നർത്ഥം. ഓക്കെ, വലാ യജൂസുൽ ജംഉ ബൈനൽ ഇവളി വൽ മുഅവ്വളി, ഇവള് പകരമായിട്ട് വന്നതിൻ്റെയും എന്തിനെ തൊട്ടാണോ പകരമായത് അതിൻ്റെയും ഇടയിൽ ജംഉ ചെയ്യൽ, രണ്ടും ഒരുമിച്ച് കൂട്ടി പറയൽ ജായിസാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവളായിട്ട് വന്നിട്ടുള്ള മാ എന്നുള്ള പദവും മുഅവ്വളായിട്ടുള്ള കാന എന്നുള്ള പദവും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, മായും കാനയും ഒരേ സമയം ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. എങ്കിലും വ അജാസ ദാലിക്കൽ മുബറദു, നഹ്വി പണ്ഡിതനായിട്ടുള്ള മുബറദ് എന്നുള്ള ആൾ ഈ ഒരു കാര്യത്തെ ജായിസാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാ എന്നുള്ളതും കാന എന്നുള്ളതും ഒരേ സമയം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഫയഖൂലു, അദ്ദേഹം പറയാറുണ്ട് അമ്മാ കുന്ത മുൻതലിഖൻ ഇൻതലഖ്തു എന്ന്. ഓക്കെ, അമ്മാ കുന്ത മുൻതലിഖൻ, നീ പുറപ്പെടുന്നുവെങ്കിൽ, ഇൻതലഖ്തു, ഞാനുമിതാ പുറപ്പെടുന്നു എന്നുള്ള ആശയത്തിൽ. ഏതായാലും ഇവിടെ അൻ കുന്ത മുൻതലിഖൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സത്യത്തിൽ അവിടെ കാന എന്നുള്ളതിനെ കളഞ്ഞിട്ട് അതിന് പകരമായിട്ടായിരുന്നു മാ എന്നുള്ളത് വരേണ്ടിയിരുന്നത്. പക്ഷേ മുബറദി ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം ഈ പകരമായിട്ട് വരുന്ന മായും കാനയും ഒരേ സമയം വരാവുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് അമ്മാ കുന്ത മുൻതലിഖൻ എന്ന് അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന കാന കളയപ്പെടുന്നു, അതിന് പകരമായിട്ട് മാ എന്ന് വരുന്നു. ഇത്തരത്തിലുള്ള രണ്ട് ഉദാഹരണങ്ങൾ പഠിച്ചു അല്ലേ. ഒന്ന് അമ്മ അൻത ബർറൻ ഫഖ്തരിബ് എന്നുള്ളതും, പിന്നെ നമ്മൾ ബൈത്തിൽ പഠിച്ചിട്ടുള്ള അമ്മ അൻത ദാ നഫ്രിൻ ഫഇന്ന ഖൗമിയ എന്നുള്ളതും. ഇവിടെ രണ്ടിടത്തും നമ്മൾ ഖിതാബിൻ്റെ താ ആണ് കാനയുടെ ഇസ്മായിട്ട് കണ്ടത് അല്ലേ. നീ ആകുന്നു എന്നുള്ള കുൻത എന്നുള്ള പദമാണ് നമ്മൾ ഇതുവരെ കാനയുടെ ഇസ്മായിട്ട് കണ്ടിട്ടുള്ളത്. താ ഉൽ ഖിതാബാണ് എന്നർത്ഥം, നീ എന്ന അർത്ഥത്തിലുള്ള ലമീറാണ് എന്നർത്ഥം. അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. വലം യുസ്മഅ മിൻ ലിസാനിൽ അറബി, അറബികളുടെ ഭാഷയിൽ നിന്നും കേൾക്കപ്പെട്ടിട്ടില്ല ഹദ്ഫു കാന, കാന എന്നുള്ളതിനെ കളയുന്നതും, വ തഅവീദു മാ അൻഹ, നമ്മൾ പറഞ്ഞതുപോലെ കാനയെ തൊട്ട് മാ എന്നുള്ളത് പകരമായിട്ട് വരുന്നതും, വ ഇബ്ഖാഉ ഇസ്മിഹ വ ഖബരിഹ, കാന എന്നുള്ളതിൻ്റെ ഇസ്മിനെയും ഖബറിനെയും ശേഷിപ്പിക്കുക എന്നുള്ളതും, ഇല്ലാ ഇദാ കാന ഇസ്മുഹ, ആ കാന എന്നുള്ളതിൻ്റെ ഇസ്മ ആയിട്ടല്ലാതെ, ലമീറ മുഖാത്തബിൻ, മുഖാത്തബിൻ ലമീറായിട്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ നീ എന്ന അർത്ഥത്തിലുള്ള ലമീറായിട്ടല്ലാതെ. കമാ മസ്സല ബിഹിൽ മുസന്നിഫു, മുസന്നിഫ് തങ്ങൾ ഉദാഹരിച്ച് പറഞ്ഞതുപോലെ അമ്മാ അൻത ബർറൻ എന്നുള്ളിടത്തും കാന എന്നുള്ളതിൻ്റെ ഇസ്മായിട്ട് അൻത അല്ലെങ്കിൽ നീ എന്നുള്ള ആശയത്തിലുള്ള ലമീറാണല്ലോ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ മാത്രമേ ഈ ഒരു ഉപയോഗം അറബികളിൽ നിന്നും കേൾക്കപ്പെട്ടിട്ടുള്ളൂ. വലം യുസ്മഅ മഅ ലമീരിൽ മുതകല്ലിമി, മുതകല്ലിമിൻ്റെ ലമീറിനോടൊപ്പം ഇങ്ങനെയുള്ള ഒരു പ്രവണത അറബികളിൽ നിന്നും കേൾക്കപ്പെട്ടിട്ടില്ല. നഹ്വു അമ്മാ അന മുൻതലിഖൻ ഇൻതലഖ്തു. ഓക്കെ, ഞാൻ പോകുന്നു, അമ്മ അന മുൻതലിഖൻ ഇൻതലഖ്ത, ഞാൻ പോകുന്നുവെങ്കിൽ നീയും പോകുമെന്നുള്ള ആശയത്തിൽ. വൽ അസ്ലു അൻ കുന്തു മുൻതലിഖൻ, ഞാൻ പോകുന്നുവെങ്കിൽ എന്ന് കാനയുടെ ഇസ്മായിട്ട് താ ഉൽ ലമീറുൽ മുതകല്ലിമ വന്ന ഒരു ഉദാഹരണം വെച്ചിട്ട് ഒരിക്കലും അറബികളിൽ നിന്നും അമ്മ അന മുൻതലിഖൻ ഇൻതലഖ്ത എന്നുള്ള ഒരു ഉപയോഗം വന്നിട്ടില്ല എന്നർത്ഥം. എന്നുള്ളതുപോലെ വല മഅ ലാഹിരി, ലാഹിറായിട്ടുള്ള ഇസ്മിനോടൊപ്പവും, അതായത് കാന എന്നുള്ളതിൻ്റെ ഇസ്മായിട്ട് ഒരു ലാഹിറായിട്ടുള്ള പദം വന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവണത അറബികളിൽ നിന്നും കേട്ടിട്ടില്ല. ഇതുപോലെ നഹ്വു അമ്മ സെയ്ദുൻ ദാഹിബൻ ഇൻതലഖ്തു, സെയ്ദ് പോകുന്നുവെങ്കിൽ ഞാനും ഇതാ പുറപ്പെടുന്നു എന്നുള്ള ആശയത്തിലും, അതായത് ഇവിടെ
അൻ കാന സെയ്ദുൻ ദാഹിബൻ എന്നായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. ഓക്കെ, കാന എന്നുള്ളതിൻ്റെ ഇസ്മ സെയ്ദുൻ എന്നുള്ള ലോഹിറായിട്ടുള്ള പദമാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പദങ്ങളിൽ കാന എന്നുള്ളത് കളയുകയും അതിന് പകരമായിട്ട് മാ എന്നുള്ള പദം വരികയും ചെയ്യുന്നതായിട്ട് അറബികളിൽ നിന്നും കേൾക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിലും വൽ ഖിയാസു ജവാസുഹുമ, ഖിയാസായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ജായിസാണ് എന്നുള്ളതാണ്. അറബികളിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ഉപയോഗം കേട്ടിട്ടില്ല എങ്കിലും നമുക്ക് അമ്മാ അന മുൻതലിഖൻ ഇൻതലഖത എന്ന്, അതായത് ളമീറുൽ മുത്തക്കല്ലിമിനോടൊപ്പവും അമ്മാ സെയ്ദുൻ ദാഹിബൻ ഇൻതലഖതു എന്ന്, അതായത് ലോഹിറായിട്ടുള്ള പദം കാനയുടെ ഇസ്മായിട്ട് വരുന്നിടത്തും കാന എന്നുള്ളതിനെ കളഞ്ഞ് മാ എന്നുള്ളതിനെ പകരമാക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, കമാ ജാസ മഅൽ മുഖാത്തബി, ഉദാഹരണത്തിലുള്ള മുഖാത്തബിൻ്റെ ളമീറിനോടൊപ്പം അങ്ങനെ ചെയ്യൽ ജായിസായത് പോലെ. വൽ അസ്ലു, ഇനി അമ്മാ സെയ്ദുൻ ദാഹിബൻ എന്നുള്ളതിൻ്റെ അസ്ലിയായിട്ടുള്ള രൂപമാണ് അൻ കാന സെയ്ദുൻ ദാഹിബൻ ഇൻതലഖതു എന്നുള്ളത്. ഓക്കെ, ഇനി സീബവൈഹി ഇമാം അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇത്തരത്തിൽ, അതായത് ലോഹിറായിട്ടുള്ള ഒരു ഇസ്മ കാനയ്ക്ക് വരികയും അവിടെ കാന കളയപ്പെടുകയും അതിന് പകരമായിട്ട് മാ എന്നുള്ളത് വരികയും ചെയ്യുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. വഖദ് മസല സീബവൈഹി റഹിമഹുല്ലാ, തീർച്ചയായിട്ടും സീബവൈഹി ഇമാം ഉദാഹരിച്ചിട്ടുണ്ട് ഫി കിതാബിഹി, അദ്ദേഹത്തിൻ്റെ കിതാബിൽ ബി അമ്മാ സെയ്ദുൻ ദാഹിബൻ എന്നുള്ള ഒരു ഉദാഹരണം സീബവൈഹി ഇമാം ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഈ ഒരു കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാനയുടെ ഒരു ഭാഗം കളയുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ കാനയെ മുഴുവനായിട്ടും കളയുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി കാന എന്നുള്ളതിൻ്റെ മുളാരിഅൽ നമ്മൾ എന്താണ് പറയാറുള്ളത്? യകൂനു എന്നാണല്ലോ പറയാറുള്ളത്. ഓക്കെ, ഈ യകൂനു എന്നുള്ളത് ജസ്മാകുന്ന അവസരത്തിൽ എന്തായിട്ട് മാറും? ലം യകുൻ എന്നായിട്ട് മാറും അല്ലേ? സത്യത്തിൽ അവിടെ ലം യകൂൻ എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അവിടെയുള്ള വാവിനും അതിനുശേഷമുള്ള നൂനിനും സുക്കൂനായതുകൊണ്ട്, ഇൽത്തിഖാഉ സാക്കിനേനി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വാവ് കളയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ഏതായാലും ലം യകുൻ എന്നായിരിക്കും അവിടെ വരുന്നത് അല്ലേ? എന്നാൽ ചില അവസരങ്ങളിൽ ആ ലം യകുൻ എന്നുള്ളിടത്ത് നൂനിനെ നമുക്ക് കളയാവുന്നതാണ്. ഓക്കെ, ലം യകു എന്ന് മാത്രം പറയാവുന്നതാണ്. അതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. വമിൻ മുളാരിഇൽ കാന മുൻജസിം തുഹ്ദഫു നൂനുൻ വഹുവ ഹദ്ഫുൻ മൽതുസിം. ഓക്കെ, വമിൻ മുളാരിഇൽ കാന, കാന എന്നുള്ളതിൻ്റെ മുളാരിഇൽ നിന്ന്, അതായത് യകൂനു എന്നുള്ളതിൽ നിന്ന് എന്ന് മാത്രമല്ല മുൻജസിം, ജസ്മ് വന്നിട്ടുള്ള, അതായത് ജസ്മ് വന്നിട്ടുള്ള കാന എന്നുള്ളതിൻ്റെ മുളാരിഇൽ നിന്ന്, അതായത് ലം യകുൻ എന്നുള്ളതിൽ നിന്ന് തുഹദഫു നൂനുൻ, നൂന് കളയപ്പെടുന്നതാണ്. ലം യകു എന്ന് മാത്രം പറയാവുന്നതാണ്. വഹുവ, ഈ ഒരു കളയൽ എന്നുള്ളത് ഹദഫുൻ, അതൊരു കളയലാണ്. മൽതുസിം, നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അതായത് ജായിസായിട്ട് നമുക്ക് വേണമെങ്കിൽ ലം യകുൻ എന്നും ലം യകു എന്നും ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെ അല്പം കുറച്ചുകൂടി വിശദീകരണം ഷറഹിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇദാ ജുസിമൽ ഫിഅലുൽ മുളാരിഉ മിൻ കാന, കാന എന്നുള്ളതിൽ നിന്നുള്ള മുളാരി ആയിട്ടുള്ള ഫിഅല് യകൂനു എന്നുള്ളത് ജസ്മ് നൽകപ്പെടുകയാണ് എങ്കിൽ ഖീല ലം യകുൻ, അവിടെ ലം യകുൻ എന്നാണ് പറയപ്പെടാറുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അതിൻ്റെ ഒരു വിശദീകരണം ഷാരിഹ് നമുക്ക് നൽകുന്നുണ്ട്. ഈ ലം യകുൻ വൽ അസ്ലു യകൂനു, അതിൻ്റെ അസ്ലു യകൂനു എന്നായിരിക്കും ഉണ്ടാവുക. ഫഹദഫൽ ജാസിമു, അപ്പോൾ ഇവിടെ ജസ്മ് നൽകുന്ന വസ്തു, അതായത് ലം എന്നുള്ള പദം കളഞ്ഞു. അല്ലമ്മത്തല്ലത്തി അലൻ നൂനി, ലം യകൂനു എന്നുള്ളിടത്ത് നൂനിൻ്റെ മേലുള്ള ലമ്മിനെ കളഞ്ഞു. കാരണം അതിന് ജസ്മ് നൽകണമല്ലോ. അപ്പോൾ യകൂനു എന്നുള്ളിടത്ത് നൂനിൻ്റെ ലമ്മ് പോയാൽ അവിടെ സുക്കൂനായിട്ട് മാറും. ഫൽ തഖാ സാക്കിനാനി, അപ്പോൾ അവിടെ സുക്കൂനുള്ള രണ്ട് പദങ്ങൾ ഒരുമിച്ച് കൂടി. അൽ വാവു വന്നൂനു, യകൂ എന്നുള്ളിടത്തെ വാവും അതിനുശേഷം ലമ്മ് കളയപ്പെട്ട സാക്കിനായിട്ടുള്ള നൂനും എന്നർത്ഥം. ഇനി ഫഹുദിഫൽ വാവു, പിന്നീട് അവിടെ വാവ് കളയപ്പെടുകയും ചെയ്തു. ലിൽത്തിഖാഇ സാക്കിനൈനി, ഈ വാവും നൂനും സാക്കിനായിട്ട് ഒരുമിച്ച് കൂടിയത് കാരണത്താൽ. ഫസാറൽ ലഫ്ലു ലം യകുൻ, അങ്ങനെയാണ് യകൂനു എന്നുള്ള പദം ലം യകുൻ എന്നായിട്ട് മാറിയത്. ഓക്കെ,
ഇനി നമ്മൾ ശ്രദ്ധിക്കുക, വൽ ഖിയാസു, ഖിയാസായിട്ടുള്ള രൂപം, അതായത് അറബികളിൽ നിന്നും ബാക്കിയുള്ള ഫിഅലുകളിലൊക്കെ ചെയ്ത കാര്യം നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് വൽ ഖിയാസു, ഖിയാസായിട്ടുള്ള രൂപം യഖ്തളി, അത് തേടുന്നു അല്ലാ യുഹ്ദഫ മിൻഹു, ഈ യകൂനു എന്നുള്ളതിൽ നിന്നും കളയപ്പെടാൻ പാടില്ല എന്ന്, ബഅദ ദാലിക, ഇതിന് ശേഷം, അതായത് ലം യകുൻ എന്നതിന് ശേഷം ഷൈഉൻ ആഖറു, മറ്റൊരു പദവും. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യവും അതിൽ നിന്നും ഇനി കളയപ്പെടാൻ പാടില്ല എന്നാണ് ഖിയാസ് എങ്കിലും ലാകിന്നഹും, പക്ഷേ അറബികൾ ഹദഫൻ നൂന ബഅദ ദാലിക, ഇതിന് ശേഷമുള്ള നൂനിനെയും കളഞ്ഞിട്ടുണ്ട്, തഖ്ഫീഫൻ, ഒന്നുകൂടെ സുഖത്തോടു കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കളയാനുള്ള കാരണം എന്താണ്? കസിറത്തിൽ ഇസ്തിഅമാൽ, അങ്ങനെ സാധാരണഗതിയിൽ അറബികൾ ആ നൂനിനെ കളഞ്ഞുകൊണ്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഫഖാലു, അങ്ങനെ അവർ പറയാറുമുണ്ട്. ലം യകു എന്ന് മാത്രം പറയാറുണ്ട്. ലം യകുൻ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്, പക്ഷേ അവിടുത്തെ നൂനിനെ കളയാറുണ്ട് എന്നർത്ഥം. വഹുവ ഹദ്ഫുൻ ജായിസുൻ, നമ്മൾ കിതാബിൽ പഠിച്ചു. വഹുവ ഹദ്ഫുൻ മൽതുസിം എന്ന് പഠിച്ചു അല്ലേ, അതായത് നിർബന്ധമില്ലാത്ത കളയലാണത്. അതാണ് വഹുവ ഹദ്ഫുൻ ജായിസുൻ, ജായിസായിട്ടുള്ള ഹദ്ഫാണ്, ലാ ലാസിമുൻ, നിർബന്ധമല്ല എന്നർത്ഥം. എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ, നഹ്വി പണ്ഡിതന്മാർക്ക് അല്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ വിഷയമാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. വമദ്ഹബു സീബവൈഹി, സീബവൈഹി ഇമാമിൻ്റെ അഭിപ്രായം, ഒമൻ താബഅഹു, സീബവൈഹി ഇമാമിനോട് പിൻപറ്റുന്ന നഹ്വി പണ്ഡിതന്മാരുടെയും അഭിപ്രായം, അന്ന ഹാദിഹി നൂന, തീർച്ചയായിട്ടും ഈ ഒരു നൂന് ലാ തുഹദഫു, അത് കളയപ്പെടുകയില്ല, ഇൻദ മുലാഖാത്തി സാക്കിനിൻ, അതിനോടൊപ്പം ഒരു സാക്കിനായിട്ടുള്ള പദം ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഫലാ തഖൂലു ലം യകുർ റജുലു ഖായിമൻ എന്ന് പറയാൻ പാടില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ലം യകുൻ എന്നായിരുന്നു വരേണ്ടിയിരുന്നത്, അതിനുശേഷം അലിഫ്ലാമാണ് വന്നിട്ടുള്ളത് അല്ലേ. അർ റജുൽ എന്നുള്ളിടത്ത് അലിഫ്ലാമാണ് വന്നിട്ടുള്ളത്. അവിടെ അലിഫ്ലാമിന് ശേഷമുള്ള റാ, അവിടെ ഷദ്ദുള്ള റാ ആണെന്ന് നമുക്കറിയാം. അതിൽ ആദ്യത്തെ റാഇന് സുക്കൂനാണ് എന്ന് നമുക്കറിയാം. ഷദ്ദുള്ള റാ എന്ന് പറഞ്ഞാൽ ഒരു സുക്കൂനായിട്ടുള്ളതും പിന്നെ ഫതഹുള്ളതായിട്ടുള്ള റാവും ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ അവിടെ ഷദ്ദ് വരുന്നത്. അപ്പോൾ ലം യകുർ റജുലു എന്നുള്ളിടത്ത് കാഫിന് ശേഷം അല്ലെങ്കിൽ അതിലൂടെയുള്ള നൂനിന് ശേഷം വരുന്നത് സാക്കിനായിട്ടുള്ള റാ ആണ്. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നൂനിനെ കളയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ലം യകുർ റജുലു എന്ന് പറയാൻ പാടില്ല, ലം യകുനിർ റജുലു എന്ന് മാത്രമേ പറയാവൂ എന്നാണ് സീബവൈഹി ഇമാമിൻ്റെയും അവിടുത്തെ ശരിയാക്കുന്നവരെയും അവിടുത്തെ അഭിപ്രായത്തെ മാനിക്കുന്നവരുടെയും അഭിപ്രായം എന്നർത്ഥം. എന്നിരുന്നാലും അജാസ ദാലിക, ഇങ്ങനെ ലം യകുർ റജുലു എന്ന് പറയലിനെ ജായിസാക്കിയിരിക്കുന്നു യൂനുസ് റഹിമഹുല്ലാ, യൂനുസ് എന്ന് പറയുന്ന നഹ്വി പണ്ഡിതൻ. ഓക്കെ, ഇനി ഇത്തരത്തിൽ ലം യകു എന്നുള്ളിടത്ത് നൂനിന് ശേഷം എന്തു വന്ന സാക്കിനായിട്ടുള്ള പദം വന്നിട്ടുള്ള ഒരു ഖുർആനിലുള്ള ഉദാഹരണമാണ് അടുത്തത് പറയുന്നത്. വഖദ് ഖുരിഅ ഷാദൻ, ഷാദായിട്ട് ഒരു ഖിറാഅത്തുണ്ട്. എന്ത്? ലം യകുല്ലദീന കഫറു എന്നുള്ള ഒരു ഖിറാഅത്തുണ്ട് എന്നർത്ഥം. നമുക്കറിയാം ലം യകുനില്ലദീന കഫറു എന്നാണ് ആ സൂറത്തിലുള്ളത്. സൂറത്തുൽ ബയ്യിനത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഓതാറുള്ളത്. പക്ഷേ ഷാദായിട്ട് ലം യകുല്ലദീന കഫറു എന്ന് ചില ഖാരിഈങ്ങൾ ഓതിയിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ലം യകു എന്നുള്ളതിന് ശേഷം അല്ലദീന എന്നുള്ള സാക്കിനായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂനുസ് റഹിമഹുല്ലയുടെ അഭിപ്രായ പ്രകാരം ചില ഖാരിഈങ്ങൾ ഓതിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി വഅമ്മ ഇദാ ലാഖത്ത് മുതഹദ്ദിക്കൻ, ഇനി സീബവൈഹി ഇമാം ഇതുവരെ പറഞ്ഞത് ആ നൂനിന് ശേഷം സാക്കിനായിട്ടുള്ള പദം വരുന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ. വഅമ്മ ഇദാ ലാഖത്ത് മുതഹദ്ദിക്കൻ, ഇനി മുതഹദ്ദിക്കാത്തായിട്ടുള്ള ഒരു പദത്തെയാണ് ഈ നൂന് ഒരുമിച്ച് കൂടുന്നത് എങ്കിൽ അപ്പോൾ അവിടെ രണ്ട് അവസ്ഥകളുണ്ടാകുന്നു. ഫലാ യഖ്ലു, അപ്പോൾ ഇത് ഒഴിവാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം രണ്ട് അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ ഇമ്മാ അൻ യകൂന ദാലിക്കൽ മുതഹദ്ദിഖു, ഒന്നുകിൽ ആ മുതഹദ്ദിഖായിട്ടുള്ള പദമായിരിക്കും ളമീറൻ മുത്തസിലൻ, അത് മുത്തസിലായിട്ടുള്ള ചേർന്ന് വരുന്ന ളമീറായിരിക്കും. ഔല, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കുകയില്ല. ഉദാഹരണത്തിലൂടെ നമുക്ക് ഒന്നുകൂടെ അതിനെ മനസ്സിലാക്കാം കേട്ടോ. ഫഇൻ കാന ളമീറൻ മുത്തസിലൻ, ഇനി ആ ഒരു പദം, അതായത് ഈ നൂനിന് ശേഷം വരുന്ന മുതഹദ്ദിഖാത്തായിട്ടുള്ള ആ ഒരു പദം മുത്തസിലായിട്ടുള്ള ളമീറാണ് എങ്കിലോ ലം തുഹദഫിൻ നൂനു, അവിടെ ആ കാനയിലുള്ള ലം യകുൻ എന്നുള്ളിടത്തെ നൂന് കളയപ്പെടാൻ പാടില്ല. ഇത്തിഫാഖൻ, നഹ്വി പണ്ഡിതന്മാരെല്ലാം അതിൽ യോജിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ,
അതിൻ്റെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കതിനെ വ്യക്തമാക്കാം. ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമർ റളിയല്ലാഹു അൻഹു ഫി ഇബ്നി സയ്യാദ്. ഓക്കെ, ഇബ്നു സയ്യാദിൻ്റെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഈ ഒരു ഉദാഹരണം കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചതായിരുന്നു. ഒരിക്കൽ നബി തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കരികിലൂടെ നീങ്ങുന്നു. അവരിലും ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് സഹാബിമാരിൽ അദ്ദേഹം ദജ്ജാലാണ് എന്നൊക്കെയുള്ള ഒരു കിംവദന്തി പരക്കുന്ന ഒരവസരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇബ്നു സയ്യാദിനെ കണ്ടപ്പോൾ നബി തങ്ങൾ അല്പം ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ബഹുമാനമില്ലാതെ ഇബ്നു സയ്യാദ് പ്രതികരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കട്ടെ എന്നുള്ള ഒരു ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിക്കുന്ന അവസരത്തിൽ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, ഇൻ യകുൻഹു ഫലൻ തുസല്ലത അലൈഹി വ ഇല്ലാ യകുൻഹു ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി. ഓക്കെ, ഈ യകുൻഹു, ഈ ഇബ്നു സയ്യാദ് എന്നുള്ള ആൾ ദജ്ജാൽ ആണ് എങ്കിൽ ഫലൻ തുസല്ലത അലൈഹി, അപ്പോൾ നീ ഒരിക്കലും ഇവൻ്റെ മേൽ, ഈ ഇബ്നു സയ്യാദിൻ്റെ മേൽ അധികാരം നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പിന്നീട് ദജ്ജാലായിട്ട് വരേണ്ടവനാണ്. അപ്പോൾ നിനക്ക് അവനെ ഒരിക്കലും വധിക്കാൻ കഴിയുകയില്ല. വ ഇല്ലാ യകുൻഹു, ഇനി ഈ ഇബ്നു സയ്യാദ് ദജ്ജാൽ അല്ല എങ്കിലോ ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, എന്നാൽ പിന്നെ ഇവനെ കൊല്ലുന്നതിൽ നിനക്കൊരു നന്മയുമില്ല. കാരണം ഇവന് സാധാരണയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവനെ കൊല്ലാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ എന്നർത്ഥം. ഏതായാലും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, കാന എന്നുള്ളതിനോടൊപ്പം ഇൻ എന്നുള്ള ജാസിമ് വന്ന ഒരു ഉദാഹരണമാണിത്. അങ്ങനെയാണ് ഈ യകുൻ എന്നായിട്ട് മാറുന്നത്. അതിനുശേഷം ആ നൂനിന് ശേഷം ഹു എന്നുള്ള ലൊമീറാണ് വന്നിട്ടുള്ളത്, മുത്തസിലായ ലൊമീറാണ് എന്നർത്ഥം. അപ്പോൾ ഈ അവസരത്തിൽ ആ നൂനിനെ ഒരിക്കലും കളയാൻ പാടില്ല. ഈ യകുൻ ഹു എന്ന് തന്നെ പറയണം, ഈ യകുഹു എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. എന്നുള്ളതുപോലെ വ ഇല്ല യകുൻഹു എന്നുള്ളിടത്തും ആ സാക്കിനായിട്ടുള്ള നൂനിന് ശേഷം ഹു എന്നുള്ള മുത്തസിലായിട്ടുള്ള ലമീറാണ് വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ അവിടെയും നൂനിനെ കളയാൻ പാടില്ല. വ ഇല്ലാ യകുൻഹു എന്ന് തന്നെ പറയണമെന്നർത്ഥം. ഫലാ യജൂസു ഹദ്ഫു നൂനി, ഇവിടുത്തെ നൂനിനെ കളയൽ ജായിസാവുകയില്ല. ഫലാ തഖൂലു ഈ യകുഹു വ ഇല്ലാ യകുഹു എന്ന് നൂനിനെ കളഞ്ഞിട്ട് പറയാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ഇനി വ ഇൻ കാന ഗൈറ ലമീരിൻ മുത്തസിലിൻ, നമ്മളിപ്പോൾ പറഞ്ഞത് നൂനിന് ശേഷം മുത്തസിലായ ലമീർ വരുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി അതിന് ശേഷമുള്ള നൂനിന് ശേഷമുള്ള മുത്തഹരിക്ക് മുത്തസിലായ ലമീർ അല്ല എങ്കിലോ ജാസൽ ഹദ്ഫു വൽ ഇസ്ബാത്തു, ആ അവസരത്തിൽ ആ നൂനിനെ കളയലും പറയലും ജായിസാണ്, നമുക്ക് വേണ്ടത് ചെയ്യാവുന്നതാണ്. നഹ്വു ലം യകുൻ സൈദുൻ ഖായിമൻ. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, യകുൻ ലം യകുൻ എന്നുള്ളതിന് ശേഷം ആ സാക്കിനായിട്ടുള്ള നൂനിന് ശേഷം എന്താണ് വന്നിട്ടുള്ളത്? സൈദുൻ എന്നുള്ള ഒരു പദമാണ് വന്നിട്ടുള്ളത്. അത് മുത്തസിലായ ലമീർ അല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ലം യകുൻ സൈദുൻ ഖായിമൻ എന്ന് ആ യകുൻ എന്നുള്ളിടത്തെ നൂനിനെ ഇസ്ബാത്ത് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ വലം യകു സൈദുൻ ഖായിമൻ എന്നുള്ളിടത്ത് ആ നൂനിനെ കളഞ്ഞുകൊണ്ടും നമുക്കവിടെ ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി വ ലാഹിറു കലാമിൽ മുസന്നിഫി, മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്നും ലാഹിറാകുന്നത് എന്ന് പറഞ്ഞാൽ മുസന്നിഫ് തങ്ങൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? വമി മുലാരി അല്ലി കാന എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാനയുടെ മുലാരിഅൽ നിന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ കാന നാഖിസായാലും വേണ്ടില്ല, താമായാലും വേണ്ടില്ല എന്നുള്ള ഒരു ആശയവും കൂടി മുസന്നിഫ് തങ്ങളുടെ ആ മുത്തലഖാക്കി പറയുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. വല്ലാഹിറു കലാമിൽ മുസന്നിഫി, മുസന്നിഫ് തങ്ങളുടെ കലാമിൽ നിന്നും പ്രകടമാകുന്നത് അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലാ ഫർഖ ഫീ ദാലിക, ഈ ഒരു വിഷയത്തിൽ, അതായത് മജ്സൂമായിരിക്കുന്ന കാനയുടെ മുലാരിയയിൽ നിന്നും നൂന് കളയുന്ന വിഷയത്തിൽ ഒരു ഫർഖുമില്ല, വ്യത്യാസവുമില്ല. ബൈന കാന നാഖിസതി വ താമത്തി, താമത്തും നാഖിസത്തുമായിട്ടുള്ള കാനക്കിടയിൽ, അതായത് കാന നാഖിസായാലും താമായാലും അതിൻ്റെ മുലാരിയയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത സാധ്യമാണ് എന്നർത്ഥം. വഖദ് ഖുരിഅ, തീർച്ചയായിട്ടും ഓതപ്പെട്ടിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ഖിറാഅത്തുണ്ട്. എന്ത്? വ ഇൻ തകു ഹസനത്തുൻ യുളാഇഫ്ഹ, ഒരു നന്മ ഉണ്ടാവുകയാണെങ്കിൽ അല്ലാഹു തആല അതിനെ ഇരട്ടിപ്പിക്കുമെന്ന്. ഓക്കെ, ഏതായാലും ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ, ഹസനത്ത് ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ കാന എന്നുള്ളതിനുള്ളത്. അതായത് താമത്തായിട്ടുള്ള അർത്ഥമാണ് കാനക്കുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇവിടെയും ഇൻ തക്കു എന്നുള്ളിടത്ത്
അവിടെ നൂന് കളയപ്പെട്ടതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ താമായിട്ടുള്ള കാനയിലും ഈ നൂന് കളയൽ സാധ്യമാണ് എന്നർത്ഥം. ബിറഫ് ഹസനത്തുൻ, ഹസനത്തുൻ എന്നുള്ളതിന് റഫ് ആയിട്ടാണ് ഇവിടെ ഓതപ്പെട്ടിട്ടുള്ളത്. വഹദ്ഫിൻ നൂനി, തക്കുൻ എന്നുള്ളിടത്ത് നൂന് കളയപ്പെട്ടുകൊണ്ടാണ് നൽകപ്പെട്ടിട്ടുള്ളത്. വഹാദിഹി ഹിയ താമത്തു, ഈ കാന എന്നുള്ളത് താമത്തായിട്ടുള്ള കാന എന്നുള്ള പദമാണ്. കാരണം അതിൻ്റെ മർഫൂ കൊണ്ട് തന്നെ, അതിന് ശേഷം വന്നിട്ടുള്ള ഫാഇൽ കൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം പൂർണ്ണമാണ്. അപ്പോൾ നാഖിസായാലും താമായാലും കാനയുടെ മുളാരിഇൽ അത് മജ്സൂമാണ് എങ്കിൽ അവിടുത്തെ നൂനിനെ കളയപ്പെടാവുന്നതാണ് എന്നർത്ഥം.